കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ ലോട്ടറി കടയിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം തങ്കം കൃഷ്ണക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് അവിടെ എത്തുവാണ്. അല്ല അമ്മയോ, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്കറിയാം നീ ഇവിടുത്തെ തിരക്കുകളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലേ ഭക്ഷണം പോലും മറന്ന് ഇവിടെ നിന്നിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമെന്ന്. അത് കാരണം നിനക്ക് കഴിക്കാനുള്ള ഊണും കൊണ്ട് വന്നതാ ഞാൻ. അയ്യോ, ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങായിരിക്കുമായിരുന്നു. ഇവിടുത്തെ തിരക്കൊക്കെ ഓറഞ്ഞ് ഒന്ന് ഒതുക്കി വെക്കുമായിരുന്നു ഞാൻ. സാരമില്ല, എന്താണെങ്കിലും ഞാൻ ഭക്ഷണം കൊണ്ടുവന്നല്ലോ, നീ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതെടുത്ത് കഴിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? നീ മറന്നല്ലേ? എടി, നാളെ എന്നിൻ്റെ പിറന്നാൾ. അയ്യോ, അമ്മക്ക് തന്നെ രാവിലെ തന്നെ ഓർമ്മിപ്പിക്കായിരുന്നില്ലേ? അതെവിടെന്നാ, ഞാൻ അടുക്കളയിൽ നിന്ന് നിന്നോട് വിളിച്ചു പോയി പറഞ്ഞതാണ്. പക്ഷെ നീ അത് കേൾക്കാതെ തിരുത്തിക്ക് ഇങ്ങോട്ട് പോകുന്നില്ലേ? എന്താണെങ്കിലും നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടുള്ള നിൻ്റെ ബർത്ത്ഡേ അല്ലേ, ചെറിയ രീതിയിലാണെങ്കിലും നമുക്കൊന്ന് ആഘോഷിക്കാം. എന്താണെങ്കിലും മോളിക്കുട്ടിയെ വിളിക്കാമല്ലോ. അന്നേരം കൃഷ്ണ പറയണേ, നമ്മൾ ഈ നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ എൻ്റെ പിറന്നാളല്ലേ, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാമെന്നേ അമ്മേ. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കാം, ദുബായ് മാമനെയും സോണു ചേച്ചിയും ഒക്കെ വിളിക്കാം. ഇപ്പം തന്നെ ഞാൻ ഫോണെടുത്ത് വിളിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണ ഫോണെടുത്ത് ഗോപാലിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. കൃഷ്ണമോളെ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? സുഖമല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല ഗോപാലമ്മേ, കച്ചവടമൊക്കെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ മോളെ വിളിക്കുമ്പോൾ ഒരു കാര്യം മോൾ ഓർമ്മിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഇനി പറ്റുകാരൊക്കെ ചിലപ്പോൾ വരാൻ തുടങ്ങും. മോളെ അങ്ങനെ പറ്റിന് ആർക്കും ലോട്ടറിയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ, പിന്നീട് അവർ കാശൊന്നും തരില്ലെന്നേ. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല ഗോപാലമാമ, അതൊക്കെ ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാം. പിന്നെ നാളെ ഗോപാലമാമയും സുനന്ദ ചേച്ചി കുട്ടീനെയൊക്കെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരണം. എന്തു പറ്റും മോളെ, നാളെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസമാണോ? അതെ, നാളെ എൻ്റെ പിറന്നാളാണ്. മുമ്പ് ഇവിടുത്തെ ലോട്ടറി കടയുടെ ഉദ്ഘാടനത്തിന് ദിവസം വരാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും കഴിവൊഴിഞ്ഞതാണ്. ഇത്തവണത്തെ ഒരു കഴിവും പറയാൻ പാടില്ല. നാളെ എത്തില്ലേ? പിന്നല്ലാതെ ഞങ്ങൾ എത്തിയിരിക്കും മോളെ. അതെ, എന്നെ പറഞ്ഞ് പറ്റിക്കുകയൊന്നുമില്ലല്ലോ. ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നാളെ രാവിലെ വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമോ? ഈ ഗോപാലമാമ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. ഞങ്ങളുടെ മോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ അവിടെ എത്താതിരിക്കുമോ? അങ്ങനെ ഞങ്ങൾ വന്നില്ലെങ്കിൽ മോള് പിന്നെ ഈ ദുബായ് മാമനോട് മിണ്ടണ്ട. എന്താ അതുപോലെ? ശരി, അപ്പം നമുക്ക് നാളെ ഒത്തുകൂടാ അല്ലേ മാമ? ഞങ്ങൾ നാളെ കൃത്യസമയത്ത് തന്നെ ഇവിടെ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം കൃഷ്ണ പറയണേ, അമ്മ എന്താണെങ്കിലും കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുക, ഞാനേ ഇപ്പോൾ വരാം. അല്ല, നീ ഇതെവിടെ പോകുവാം? അതെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ ബർത്ത്ഡേക്ക് വേണ്ടി ക്ഷണിക്കാനുണ്ട്, ഞാൻ വേഗം പോയിട്ട് വരാം എന്നും പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്നും നേരെ പോകുന്നത് ശ്രീനിവാസൻ്റെ അരികിലേക്കാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് റോഡിൽ കാത്തു നിൽക്കുന്ന ശ്രീനിവാസനെയാണ്. ഈ സമയം കൃഷ്ണ അങ്ങോട്ടേക്ക് എത്തുക. മോളെ, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. ഒരു പാവപ്പെട്ട കുട്ടിയുടെ പിറന്നാളാഘോഷത്തിന് ആ കുട്ടി വിളിച്ചു കഴിഞ്ഞാൽ സാർ ആ കുട്ടിയുടെ വീട്ടിൽ പോകുമോ? ആ കുട്ടിക്കാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ, അവർ പാവപ്പെട്ടവരാണ്. പക്ഷേ അനിയൻ സാറിനെ പോലെ ഇത്ര നല്ലൊരാൾ അവരുടെ ഒപ്പം ആ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. അന്നേരം ശ്രീനിവാസ് പറയണേ, അല്ല ഞാൻ അത്രക്കൊക്കെ വിശേഷപ്പെട്ട ആളാണോ? ഞാനിവിടെ അറിയപ്പെടുന്നത് തന്നെ ഇത്ര നാളും ജയിലിൽ കിടന്നതിൻ്റെ പേരിലാണ്, അതും ഒരു കൊലപാതക കുറ്റത്തിൻ്റെ പേരിൽ. അങ്ങനെയുള്ള എൻ്റെ പ്രസൻസൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ടോ? സാർ അതൊക്കെ വിട്. സാറങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. സാർ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചാൽ പോകുമോ ഇല്ലയോ അതറിഞ്ഞാൽ മതി എനിക്ക്. അല്ല മോളെ, എനിക്ക് ഈ പാവപ്പെട്ടവരെന്നോ ജാതിയുടെ പേരിലോ അങ്ങനെ ഒരു വേർതിരിവോ ഒന്നുമില്ല. ആ കുട്ടി ഞാൻ വരാനായിട്ട് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒരു മടിയില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല അതിരിക്കട്ടെ, ഏത് കുട്ടിയോ അത്? എന്നാൽ പിന്നെ സാർ നാളെ തന്നെ പോകാൻ റെഡി ആയിക്കോ. നാളെയോ? ആദ്യം എങ്ങോട്ടാന്ന് പറ. മറ്റാരുടെ അല്ല, നാളെ എൻ്റെ പിറന്നാളാണ്. അത് കേട്ടിട്ട് ശ്രീനിവാസ് ചോദിക്കണേ, അത് ശരി, മോളുടെ പിറന്നാളായിരുന്നോ? അതിനാണോ പാവപ്പെട്ട കുട്ടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വളച്ചു കെട്ടി പറഞ്ഞത്? ഇതങ്ങ് നേരെ പറഞ്ഞാൽ പോരായിരുന്നോ? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്. മോളുടെ പിറന്നാളിന് അച്ഛനെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? അന്നേരം കൃഷ്ണ പറയണേ, അതൊക്കെ ശരിയാ, എന്നാലും എൻ്റെ ബർത്ത്ഡേക്ക് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാർ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയ സംശയമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നാളെ സാറ് വരുമല്ലേ? അന്നേരം ശ്രീനിവാസ് പറയണേ, അല്ല നിങ്ങൾ പാവപ്പെട്ടവരല്ലേ? ഒരു മുതലാളിയായി ഞാനങ്ങനെ അത്ര ചെറിയ വീട്ടിലേക്കൊക്കെ ഫംഗ്ഷനും മറ്റുമൊക്കെ കയറി ചെല്ലുന്നത് ശരിയായ കാര്യമാണോ? എന്നാണെങ്കിലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, നേരത്തെ സാറ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മോളെ, ഒരാളെ നമ്മളെ അടുത്തറിയുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും ചിന്തിക്കുക, എന്തായിരിക്കും പ്രവർത്തിക്കുക എന്നൊക്കെ ആ കൂടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മോളത് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ഞാൻ നാളെ വരുമോ ഇല്ലയോ എന്തായിരിക്കും എൻ്റെ തീരുമാനം എന്ന് മോൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞ ശ്രീനിവാസ് കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൃഷ്ണ മനസ്സിൽ പറയണേ, അനിൽ സാറിൻ്റെ നല്ല മനസ്സാ, ഞാനെന്ന് വെച്ചാൽ സാറിൻ്റെ ജീവനാ. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് വേണ്ടി സാർ നാളെ എൻ്റെ പിറന്നാളിന് വരും, അതെനിക്ക് ഉറപ്പാ എന്നും പറഞ്ഞ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കൃഷ്ണ.
പിന്നീട് കാണിക്കുന്നത് കളരിക്കൽ തിരിച്ചെത്തിയ ഗാഥ നവീനും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം നവീൻ പറയണേ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ മമ്മിയുടെ ഒപ്പം കുറേ ദിവസം നിന്നിട്ട് താൻ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ പേടിയും ഭയമൊക്കെ മാറിയോ? അന്നേരം ഗാഥ പറയണേ, അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ ഇവിടെ ഒരാളുടെ സ്നേഹം എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ എനിക്കെങ്ങനെ എൻ്റെ മമ്മിയുടെ ഒപ്പം അവിടെ നിൽക്കാൻ പറ്റുമോ? അല്ല അതിരിക്കട്ടെ, നാളെ എൻ്റെ ബർത്ത്ഡേക്ക് നവീൻ എന്ത് ഗിഫ്റ്റാണ് തരുന്നത്? എനിക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത്? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നവീൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസ് വിളിക്കുന്നത്. അന്നേരം നവീൻ പറയണേ, ഗത ഒരു മിനിറ്റ്. ഹലോ അനിയൻ സാർ, പറഞ്ഞോളൂ. നവീൻ, നാളെ നമ്മൾ രാവിലെയാണല്ലോ അഡ്വാൻസ് കൈമാറി എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതൊന്ന് മാറ്റാൻ പറ്റുമോ? നാളത്തെ ദിവസത്തിൽ നിന്ന് മാറ്റണ്ട, അതൊരു ഈവനിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? നാളെ കൃഷ്ണമോളുടെ പിറന്നാളാണ്. അതിൽ നിന്ന് എനിക്കങ്ങനെ ഒഴിവായി നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അന്നേരം നവീൻ പറയണേ, അതിനെന്താ സാർ, സത്യം പറഞ്ഞാലേ അത് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ സൗകര്യമാകും. ഒരു കോയിൻസിഡൻസ് കൂടിയുണ്ട്. നാളെ എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലത്തെ ഫംഗ്ഷൻ മാറ്റി വെക്കാൻ പറ്റിയെങ്കിലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചതേ ഉള്ളൂ. അത് സാറിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നാളെ വൈകിട്ട് തന്നെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷനും മറ്റും നടത്താം. എന്നാൽ ശരി നവീൻ എന്ന് പറഞ്ഞ് ശ്രീനിവാസ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഇതെല്ലാം ഗാഥ ശ്രദ്ധിക്കുന്നുണ്ടാകൂട്ടോ. ഗാഥക്കാണെങ്കിൽ അവരുടെ സംസാരമൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്നേരം നവീൻ പറയണേ, ഗാഥ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു അനിയൻ സാറിനെ പറ്റി, ആ സാറാണ് സംസാരിച്ചത്. നാളെ രാവിലെ ആയിരുന്നു അഡ്വാൻസ് കൈമാറി രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് സാറിന് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ പിറന്നാളായത് കാരണം വൈകുന്നേരത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമുക്കും അതാണല്ലോ സൗകര്യം. അന്നേരം ഗാഥ പറയണേ, എനിക്ക് മനസ്സിലായി. എന്നാലും ആരാണ് എൻ്റെ അതേ ദിവസം പിറന്നാളല്ല ആ കുട്ടി? അവളും എന്നെപ്പോലെ സ്മാർട്ടാണോ? ആള് സ്മാർട്ടൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്താ അവളുടെ പേര്? അത് എന്ന് പറഞ്ഞ് പേര് പറയാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടെ മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. സാറേ, നാളെ ഗാഥ മാഡത്തിൻ്റെ പിറന്നാളിനെ എന്തൊക്കെ പരിപാടികൾ വേണം സാറൊന്ന് വേഗം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് തന്നാൽ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും തുടങ്ങായിരുന്നു. ഒരു 10 മിനിറ്റ് സാറും മാഡവുമായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്യണം. അന്നേരം നവീൻ പറയണേ, ഇടാ മാണിക്കുഞ്ഞ്, അതെല്ലാം താൻ എന്താണെന്ന് വെച്ചാൽ വേണ്ട പോലെ കണ്ടറിഞ്ഞ് ചെയ്താൽ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു 10 മിനിറ്റ് സാറ് ചിലവഴിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തെ എന്തെങ്കിലും ചെയ്തിട്ട് പരിപാടി എങ്ങാനും കൊളവായി കഴിഞ്ഞാൽ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ ചാരി വെക്കാനല്ലേ? അതിന് ഞാൻ സമ്മതിക്കില്ല. നാളെ ഗാഥ മാഡത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് കളറായിട്ട് ആഘോഷിക്കണം. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന കൃഷ്ണനെയാണ് കേട്ടോ. അന്നേരം കൃഷ്ണ പറയണേ, നമ്മളെ അടുത്തിരിക്കുന്നവരുടെ മനസ്സിൽ എന്താണെന്നുള്ളതെന്നൊക്കെ നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സാറിനെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിഞ്ഞോ? ഇങ്ങോട്ടാണോ വന്നത്? എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനും കൂടെ വരില്ലേ? എന്നിട്ട് കൃഷ്ണ നേരെ അകത്തേക്ക് ചെല്ലുക. അവിടെ മരുന്നൊക്കെ കഴിക്കാതെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ കൃഷ്ണ ശ്രീനിവാസിൻ്റെ വഴക്ക് പറയണേ, ഇതെന്താ ഇത്? മരുന്ന് കഴിച്ചില്ലേ? ഞാൻ നേരത്തെ എടുത്തു തന്നെയല്ലേ, എന്നിട്ടും എന്താ കഴിക്കാഞ്ഞത്? അത് മോളെ, ഞാൻ മറന്നുപോയിന്നോ? വേഗം കഴിച്ചേ. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് എടുത്ത് തന്നാലേ കഴിക്കുള്ളൂ അല്ലേ? നോക്കിക്കണ്ട് ചെയ്യാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലേ? സ്വന്തം ആരോഗ്യ കാര്യമില്ലേ? എല്ലാം എനിക്ക് എടുത്തു തരാൻ മോളുണ്ടല്ലോ. അല്ല, മരുന്ന് കഴിക്കുന്നത് പോലും മറന്ന് എന്തായിരുന്നു ഇത്ര നേരം ആലോചിക്കാൻ? എനിക്ക് വേറെ എന്താലോചിക്കാനാ? എൻ്റെ മോളെക്കുറിച്ചാണ്. ആ മോളെ കണ്ടെത്തിയിട്ടില്ലല്ലോ. അതുവരെ ഇപ്പോൾ മോളുടെ സ്ഥാനത്ത് ഞാനില്ലേ? എന്താണെങ്കിലും സാറിൻ്റെ മോള് ഒരു ഭാഗ്യം ചെയ്ത കുട്ടിയാ. ഇത്രയും നന്നായി സ്നേഹിക്കുന്ന ഒരു അച്ഛനെ കിട്ടിയില്ലേ? അന്നേരം ശ്രീനിവാസ് ചോദിക്കണേ, എൻ്റെ മോളെ എനിക്ക് എപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? കൃഷ്ണമോളെ, പിന്നല്ലാതെ. സാർ നോക്കിക്കോ, അധികം വൈകാതെ തന്നെ സാറിൻ്റെ മോള് ദൈവമായിട്ട് തന്നെ സാറിൻ്റെ മുമ്പിൽ എത്തിച്ചു വരും. ഇനി അതിന് അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല, എനിക്കുറപ്പാണ്. പിന്നെ മോളെ, നവീനെ ഞാൻ വിളിച്ചിരുന്നു. എന്നിട്ട് നവീൻ എന്താ പറഞ്ഞത്? നാളെ ആയിരുന്നല്ലോ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ വെച്ചത്. അതൊന്ന് വൈകുന്നേരത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നാളെ മോള് പിറന്നാളല്ലേ? അയ്യോ, അതിനെന്തിനാ സാറേ? നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് വേഗം തന്നെ അങ്ങോട്ട് പോകാമായിരുന്നല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ. നവീനും അതാ സൗകര്യം എന്നാണ് നവീൻ പറഞ്ഞത്. നാളെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നവീൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണെന്ന്. അത് കേൾക്കുന്നതും കൃഷ്ണക്കങ്ങ് സന്തോഷമാകണേ. അതെ, നവീൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേയാ? മോളെ, നവീൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേയാ? അന്നേരം കൃഷ്ണ വീണ്ടും പറയണേ, ശരിയാ, നവീൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേയാ. അന്നേരം ശ്രീനിവാസം അത് വീണ്ടും പറയണേ. എന്നിട്ട് പറയണേ, ചേട്ടാ ഇതെന്താ നമ്മളിങ്ങനെ ആ കാര്യം തന്നെ വീണ്ടും പറയുന്നത്? അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസ് അവിടെ നിന്ന് എണീറ്റ് പോകുക. അന്നേരം കൃഷ്ണയാണെങ്കിൽ വീണ്ടും ആ ലോകത്ത് തന്നെ ഇരിക്കുവാണ് കേട്ടോ. അതെ, നവീൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ തന്നെയാണ് നാളെ എന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ അതോർത്ത് നവീനെക്കുറിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തിരിക്കുവാണ് കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് ഗാഥയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നതറിഞ്ഞ് കാലിപ്പൂണ്ടി നിൽക്കുന്ന കീർത്തിനെയാണ് കേട്ടോ. കീർത്തി അങ്ങനെ നിർമ്മലയോട് ഉദയനോടും പറയണേ, നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട അവൾ ഇവിടുന്ന് ഓരോ തവണ പുറത്താക്കാൻ നോക്കുന്നത്. അപ്പോഴൊക്കെ ഓരോ കാരണവും പൂജയും ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഓരോ കാരണങ്ങളുണ്ടാക്കി അവൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരികെ എത്തുവാണല്ലോ. നാളെ അവളുടെ ബർത്ത്ഡേ പാർട്ടി അവിടെ ആഘോഷിക്കാൻ പോകുന്നു പോലും. അതൊക്കെ അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നത്? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നാളെ അവളുടെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ നടക്കാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും മുടക്കണം.
അന്നേരം നിർമ്മലയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഈ സമയം കീർത്തി ചോദിക്കണേ, അച്ഛാ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇപ്പം എന്തൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞെന്നറിയോ? അല്ലെങ്കിലും ഒരു കാര്യത്തിൽ അച്ഛൻ്റെ ശ്രദ്ധയൊന്നുമില്ലല്ലോ. അന്നേരം ഉദയം പറയണേ, നീ എന്താ പറഞ്ഞെന്നൊക്കെ ഞാൻ കേട്ടു. ഗാഥയുടെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ നടക്കരുത്, അതല്ലേ നീ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതൊക്കെ ചെയ്യാൻ സാധിച്ചു തരാൻ വേണ്ടി നടക്കുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഉള്ളവരുടെ വായിലിരിക്കുന്ന കേക്ക് തല്ലും വഴക്കമൊക്കെ കൊള്ളുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കീർത്തി, ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നീ എൻ്റെ അടുത്തേക്കോ നിൻ്റെ അമ്മയുടെ അടുത്തേക്കോ വരണ്ടേ. നീ അവളുടെ ബർത്ത്ഡേ പാർട്ടി നാളെ ഇവിടെ നടക്കുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ നീ മരിക്കേ, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അമ്മേ ഇത് കണ്ടില്ലേ? ഈ സമയം നിർമ്മല പറയണേ, മോളെ നിൻ്റെ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ അവർ നമ്മളോട് ഒരു പരിഗണനയും കാണിക്കില്ല. ആ നിമിഷം നമ്മളെ 3 പേരെ ഇവിടെ നടിച്ചിറക്കിവിടും. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. സിത്താരേനെയും മകളെയും സ്നേഹിക്കുന്നത് പോലെ അവരോട് പറ്റിക്കൂടി അവരുടെ ഇഷ്ടം പിടിച്ചു വരാൻ ശ്രമിക്കാം. അങ്ങനെ അവരുടെ തോളി കയറ്റി നിൽക്കാം. എന്നിട്ട് വേണം നമ്മൾ അവർക്ക് പണി കൊടുക്കാനായിട്ട്. ഇതൊക്കെ വല്ലതും നടക്കുമോ അമ്മേ എന്ന് കീർത്തി ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഉദയം പറയണേ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നീ അത് പറ. ഇത്രയും നാളും നിൻ്റെ അമ്മ തന്നെയായിരുന്നില്ല എല്ലാ ഐഡിയയും പറയുന്നത്. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എൻ്റെ തലയിലൊന്നും തോന്നുന്നില്ല. ഇല്ലല്ലോ, തലക്കകത്താണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് എനിക്ക് നവീനത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോളേ നീ നിൻ്റെ അമ്മ പറയുന്നത് അങ്ങ് കേട്ടനുസരിച്ചാൽ മതി, മനസ്സിലായോ? ഈ സമയം നിർമ്മല പറയണേ, മോളെ നമ്മളിനി കളിയൊന്ന് മാറ്റി പിടിക്കാൻ പോകുവാണ്. നമ്മളിനി ഗാഥയുടെ സിത്താരയുടെയും പ്രിയപ്പെട്ടവരായി മാറും. അങ്ങനെ അവസാനം അവർക്കിട്ട് തന്നെ പണി കൊടുക്കും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും മോളെ. അങ്ങനെ പറഞ്ഞ് പുതിയ പ്ലാനും തയ്യാറാക്കി നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് മുത്തശ്ശി നവീനും ഗാഥയും കൂടി എന്തോ ഒരു കാര്യമൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം ഗാഥയും മുത്തശ്ശിയും തമ്മിൽ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയണേ, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നീ കണ്ടതല്ലേ? അന്നേരം ഗാഥ പറയണേ, ഇനി എന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും ശ്രീനിവാസും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സത്യവതിനെയും കൃഷ്ണമൂർത്തിനെയുമാണ്. അന്നേരം മൂർത്തി പറയണേണ്, ആ കൃഷ്ണ എന്ന് പറയുന്ന പെണ്ണും അനിയൻ സാറും തമ്മിലുള്ള അടുപ്പം അത് നമുക്കത്ര നല്ലതല്ല. ഇപ്പം തന്നെ നാളെ ആ കൃഷ്ണയുടെ ബർത്ത്ഡേക്ക് വേണ്ടി പോകാൻ റെഡിയായി നിൽക്കുമല്ലേ സാറും, അതത്ര നല്ലതിനല്ല, അത് വിലക്കണം. അന്നേരം സത്യവതിയും പറയണേ, അത് ശരിയാ, ആ പെണ്ണിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വരവും പോക്കും ശ്രീനിവാസിൻ്റെ മനസ്സിലുള്ള സ്ഥാനമൊന്നും എനിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്തേലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവർ കൃഷ്ണയ്ക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസം വീട്ടിൽ കൃഷ്ണയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും റെഡിയാക്കുവാണ് കേട്ടോ. അങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്ത് കേക്കൊക്കെ മേടിച്ച് റെഡിയാക്കി സർപ്രൈസൊക്കെ ഒരുക്കി തയ്യാറായി നിൽക്കുവാണ് മോളിക്കുട്ടിയും തങ്കവും കൃഷ്ണയൊക്കെ. അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്